പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി അവരെ യാത്രയാക്കി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അനാമിക താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയോട് ചോദിക്കുകയാണ്, മോൾ ഇത്ര നേരത്തെ എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ്, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല വല്യമ്മയെന്ന് പറയും കേട്ടോ. അപ്പോൾ അനിയോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ അവൻ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് ദേവയാനി ഇങ്ങനെ ആദർശവും നയനയൊക്കെ ഇങ്ങനെ പോയ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ അനാമിക ചോദിക്കും, അവർ ഇത്ര നേരത്തെ പോയോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, ഇങ്ങനെ രാവിലെ ഇങ്ങനെ ട്രാഫിക് കുറവായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ പോയത് എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു, എന്തൊക്കെ പറഞ്ഞാലും വല്യമ്മയുടെ മരുമകൾ ഭാഗ്യവതി തന്നെയാണ്, കുറച്ച് വൈകിയാണെങ്കിലും അവൾക്ക് ഭാര്യയ്ക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശേട്ടൻ്റെ കൂടെ അവൾ യാത്ര പോയിരിക്കുന്നത് ഇങ്ങനെ നല്ലതിനൊന്നുമല്ല, അവളിങ്ങനെ ആദർശേട്ടനെ മാറ്റിയെടുക്കും, അവളുടെ മനസ്സ് നല്ലതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോട് പറയുന്ന സമയത്ത് ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമകൾ എന്താണെന്നും അവളുടെ മനസ്സ് എന്താണെന്നൊക്കെ ഞാനിങ്ങനെ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു, ഇനി അത് നീ എന്നല്ല മറ്റാരും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ ദേവയാനി ചിരിച്ചുകൊണ്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അനാമികയോട്, എന്തായാലും മോളുടെ ഉറക്കം പോയതല്ലേ, ഞാനൊരു ചായ എടുക്കട്ടെ, അങ്ങനെ അവർക്കുണ്ടാക്കിയ ചായ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കൊന്നും വേണ്ട വല്യമ്മയെന്ന് പറയും കേട്ടോ. അനാമികയാണെങ്കിലും ആകെ ദേഷ്യമാണ്. പിന്നീട് നൈനി ആദർശം കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നൈനി ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല നമ്മളിങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോഴും അമ്മ ഇങ്ങനെ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ, അത് ഇങ്ങനെ വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ നൈന പറയുന്നത്. അപ്പം അത് മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ വലിയ രോഗമൊക്കെ വന്ന് മാറിയതല്ലേ, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ്റെ രോഗത്തിനും വലിയ ശമനമൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരതൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നൈനയ്ക്കാണെങ്കിലും ഇങ്ങനെ ചെറിയ പേടിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ തണുപ്പടിച്ചാൽ ഇങ്ങനെ ആദർശിനെ ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ അങ്ങനെയൊന്നും വരാറില്ലല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ദേവയാനി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും കോളൊക്കെ എടുക്കുന്നുണ്ട്. ആദർശ് കോൾ എടുക്കുന്ന സമയത്ത് തന്നെ ദേവയാനി ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയും, എനിക്കൊരു കുഴപ്പമില്ല, അമ്മയുടെ മരുമോൾക്കൊന്നും ഇങ്ങനെ പറയും. അപ്പോൾ ദേവയാനി പറയാണ്, നിൻ്റെ കാര്യമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അവളുടെ കാര്യം ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോകുന്നത്, അതുകൊണ്ടാണ് അമ്മ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് ചെറിയ ചിരിയൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ അതൊന്നും ഇങ്ങനെ ശബ്ദത്തിൽ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, നല്ല സന്തോഷമാണ്. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, കുണ്ടും കുഴിയും ഒന്നുള്ള റോഡിലൂടെ വണ്ടി ഓടിക്കരുത്, നല്ല റോഡിലൂടെ മാത്രം പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേ. അപ്പോൾ ആദർശ് പറയാണ്, അമ്മ പറയുന്നത് കേട്ടാൽ നൈനയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് തോന്നുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, ഞാൻ നിന്നോട് എന്തെങ്കിലും പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ അവളുടെ കാര്യം കൂടെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ശരി ശരി എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നൈന പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പൂജ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ആരും പൂജയൊന്നും കഴിക്കേണ്ട, അവൾക്കും എന്തൊക്കെയോ ആവശ്യത ഉണ്ടല്ലോ, അവൾക്ക് വേണ്ടിയിട്ട് പൂജ കഴിക്കാൻ പറയുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് ദേവയാനി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അവരുടെ യാത്രയൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ അവർ സന്തോഷിച്ച് ഇങ്ങനെ തിരിച്ചൊക്കെ വരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നൈന ചോദിക്കുകയാണ്, അമ്മ എന്താ പറഞ്ഞത്, അമ്മയ്ക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ നൈനയോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട, നിനക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യാനാ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അമ്മ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ക്ഷേത്രത്തിലെല്ലാം നമ്മൾ പോകുന്ന വഴിയിലുള്ള എല്ലാ ക്ഷേത്രത്തിലും കയറണം, അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അബീനെയും ജലജേനെയും ഇങ്ങനെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കും, നീയൊക്കെ ഒരു അമ്മായിയമ്മയാണോ ഭർത്താവാണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ അമ്മയ്ക്ക് ആരോ ഇങ്ങനെ എന്തോ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ എന്ന് പറയുമ്പോൾ, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഇങ്ങനെ നവ്യമോൾക്ക് 5ാം മാസമാണ്, 5ാം മാസത്തിൽ ഇവിടെ എല്ലാവർക്കും ഒരു ചടങ്ങ് നടത്താറില്ലേ, അതെന്താ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ നിൻ്റെ മരുമോളുടെ കാര്യത്തിൽ മാത്രം അത് വേണ്ടാന്ന് വെക്കണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അബിക്കും ജലജിക്കും ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എന്ത് ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അതൊക്കെ വേണ്ടാന്ന് വെച്ചത്, അതൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ അബി സംസാരിക്കുന്നത്. അപ്പോൾ നിന്നെ വെറുതെ അല്ലടാ ഇങ്ങനെ ഒരു ബ്രാഞ്ച് നോക്കിയിരുന്ന നിന്നെ ഇങ്ങനെ കമ്പനിയിൽ വെറും ജോലിക്കാരനാക്കിയത്, നിനക്ക് ഇങ്ങനെ നിൻ്റെ ലോകം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടുകൊണ്ട് ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയോടും കാര്യങ്ങൾ പറയുകയാണ് മുത്തശ്ശി, ഇങ്ങനെ നവ്യമോളുടെ 5ാം മാസത്തെ ചടങ്ങ് നടത്തണമെന്ന് ഞാൻ പറയായിരുന്നു എന്ന് പറയുമ്പോൾ, അത് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ജലജയ്ക്ക് അത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ മാറുമെന്ന് അറിയണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുന്ന സമയത്താണെങ്കിലും ദേവയാനി പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നീ നിൻ്റെ മരുമോളുടെ കാര്യം ആലോചിക്കേണ്ട, അവളുടെ വയറ്റിലുള്ളത് ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ്, അപ്പോൾ
എന്തായാലും ആ ചടങ്ങൊക്കെ നടത്തണ്ടേ, അത് നടത്തണം തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഏട്ടത്തി ഇങ്ങനെ മാറുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. ഇതെന്തൊരു മാറ്റം ഏട്ടത്തിക്ക് എന്ന് പറയുന്ന സമയത്ത് എനിക്കിപ്പോൾ വലിയൊരു രോഗം ഉണ്ടായി മാറിയതാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യം തന്നെ നോക്ക്, അച്ഛനൊരു വലിയ രോഗം വന്നതോടുകൂടി ആരോടും ഇങ്ങനെ കർക്കശമായിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ വിരൽ ചൂണ്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ അച്ഛൻ്റെ ആ ദേഷ്യത്തിന് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛനും മാറിയില്ലേ. അതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ വലിയ രോഗം വന്നതോടുകൂടി ഞാനും മാറാൻ തന്നെയാണ്, അതിൻ്റെ മാറ്റം തന്നെയാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ജലജയ്ക്കാണെങ്കിലും അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ചടങ്ങ് നടത്തണം, ഗോവിന്ദനെയും എല്ലാവരെയും വിളിക്കണം എന്ന് പറയാം കേട്ടോ. ഈ വീടിനോട് ഏറ്റവും ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളാണ് ഗോവിന്ദനും നന്ദും അതുപോലെ തന്നെ കനകയും. എന്തായാലും അവരെയൊക്കെ വിളിച്ച് ഫംഗ്ഷൻ നടത്തണം, മുത്തശ്ശനാണ് ഇതൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ്റെ അസുഖത്തിന് വലിയ ശമനമൊന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ ഫംഗ്ഷനും നടത്തി ആഘോഷിക്കാൻ തന്നെയാണ് ഇങ്ങനെ മുത്തശ്ശൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ജലജയ്ക്കും അഭിക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. അഭിനെയാണെങ്കിലും കുറേ വഴക്ക് പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശിയാണെങ്കിലും. അപ്പോൾ പിന്നീട് ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ നയനയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആളുകൾ അങ്ങോട്ട് വരുന്നതൊന്നും ദേവയാനിക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏട്ടത്തിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി എന്തായാലും മാറിയ കാര്യം പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ തന്നെ വേണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും അതിലൊക്കെ ഇപ്പോൾ വലിയ അങ്ങനെ സന്തോഷമുണ്ട്. പിന്നീട് കനകയും ഗോവിന്ദനും നന്ദും കൂടെ ഇങ്ങനെ ഈ കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴും നമ്മളിങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫംഗ്ഷനൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മളിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് വിളിച്ച് പറഞ്ഞതല്ലേ, അപ്പോൾ എന്തായാലും പിന്നെ അങ്ങോട്ട് പോവാതിരിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോവിന്ദനൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സാധാരണ ഈ ചടങ്ങിനൊക്കെ ഇങ്ങനെ ബേക്കറിയിൽ നിന്ന് പലഹാരം വാങ്ങിക്കൊണ്ടുപോവാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ വേണ്ട, നമ്മളിങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരം വേണം ഉണ്ടാക്കി കൊണ്ടുപോകാൻ. നവ്യയ്ക്കും അതുപോലെ തന്നെ കനക പറയുന്നുണ്ടായിരുന്നു, ഇത്തവണ ഇങ്ങനെ നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരം മാത്രമല്ല നൈനമോൾക്ക് ഇഷ്ടപ്പെട്ടതും കൂടെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആദർശമോൻ്റെ ഇഷ്ടങ്ങളൊക്കെ മോളെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആദർശമോ മാറിയ പോലെ ഇങ്ങനെ അഭിയും മാറിയതായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അവരങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് നവ്യ വിളിക്കുമ്പോൾ നയനിയാണ് ഭാഗ്യവതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗോവിന്ദനോട് കനക പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശാണെങ്കിൽ റൂമിൽ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ബെഡിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ മുല്ലപ്പൂവിനേക്കാളും ഇങ്ങനെ മുകളിലുള്ള സുഗന്ധമാണുള്ളത്, പക്ഷേ എന്നാലും കുറച്ച് മുല്ലപ്പൂവിൻ്റെ ഇത് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെഡിൽ ഇങ്ങനെ ഇത് വിതറുകയാണ് എന്ന് പറയുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്, ഞാൻ അടുത്തേക്ക് വരുമ്പോൾ എന്തോ സഹിക്കാത്ത സുഗന്ധം ഉണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നതെന്ന് പറയുമ്പോൾ, അന്ന് നമ്മൾ തമ്മിൽ സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ, സ്നേഹമാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആദർശം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല നമ്മളും ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് ഇങ്ങനെ നമുക്കായിട്ട് കുറച്ച് ഇങ്ങനെ സമയം കിട്ടുമെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശം അതുപോലെ തന്നെ നയനിയും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ നയനിയാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആദർശിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സത്യസന്ധനായിരുന്നെന്ന് ഇങ്ങനെ മനസ്സിലാക്കി. പക്ഷേ ആദർശേട്ടൻ എന്നെ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നീ എന്നെ വലിയ വലിയ ഡിസൈനൊക്കെ വരച്ച് ഇങ്ങനെ രക്ഷിച്ച സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിന്നോട് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മറുഭാഗത്ത് അമ്മയുടെ ദേഷ്യമൊക്കെ ആലോചിച്ചപ്പോൾ ഞാനതൊന്നും പുറത്ത് കാണിക്കാതിരുന്നതാണ്, അമ്മ ഇങ്ങനെ എടുക്കുന്നൊന്നും അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതൊക്കെ മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തായാലും നമ്മളായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങാൻ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഒരു യാത്ര പോകണം എന്നിങ്ങനെ മുത്തശ്ശിയും പറയാൻ തന്നെ കാരണം നമ്മുടെ ഒരു കുഞ്ഞിനെ അവർക്ക് ലാളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നീട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് സമയം ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ബെഡിലേക്ക് അങ്ങ് കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ദേവയാനിനെയാണ് കാണിക്കുന്നത്. ദേവയാനി എന്തൊക്കെയോ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ സമയം അങ്ങനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നയന ഇങ്ങനെ വാഷ് ബേസിലേക്ക് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ച് പിറകെ വന്നിട്ട് പുറമൊക്കെ തടവി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നയന തിരിഞ്ഞു നിന്നിട്ട് പറയും, എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മനം പുരട്ടലും തലചുറ്റലൊക്കെ പോലെ വന്നു എന്ന് പറയും. അപ്പോൾ ദേവയാനി നയനയോട് പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് കുറേ ദിവസമായെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡോക്ടറെ ചെന്ന് കാണിക്കണം, ആദർശിനെയും കൊണ്ട് പോകണം. എന്തായാലും ഡോക്ടറെ കണ്ടെന്ന് വെച്ചിട്ട് റിസൾട്ടൊന്നും മാറാൻ പോകുന്നില്ല, മോളൊരു അമ്മയാവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ
ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.